Good morning all. എല്ലാവരും അറ്റൻഡൻസ് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം കേട്ടോ. അറ്റൻഡൻസ് ഇടുക എല്ലാവരും. നമ്മൾ ടോർഷൻ സർക്കുലർ ഷാഫ്റ്റ് ആണ് എടുത്തുകൊണ്ടിരുന്നിരുന്നത്. ചെറിയൊരു സെക്ഷനാണ് നമ്മുടെ ടോർഷൻ എന്നുള്ള പോർഷൻ്റെ ലാസ്റ്റ് പോർഷനാണ്, ലാസ്റ്റ് ക്ലാസ് ആണ്. പ്രോബ്ലംസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അല്ലേ. ടോർഷൻ ഓഫ് സർക്കുലർ ഷാഫ്റ്റിലെ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമേ നമുക്ക് അറിഞ്ഞു വെച്ചാൽ തന്നെ പ്രോബ്ലം ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. T/J is equal to G theta by L is equal to QS by R ആണ് നമ്മുടെ ടോർഷണൽ ഇക്വേഷൻ. അതിന്റെ അസംഷൻസും ഡെറിവേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ 5 പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 4 പ്രോബ്ലം കൂടി ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അത് മാത്രമാണ് ഇന്നത്തെ സെക്ഷനിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. എ സ്റ്റീൽ ഷാഫ്റ്റ് ഹാവിംഗ് എ മോഡുലസ് ഓഫ് റിജിഡിറ്റി 0.8 into 10⁵ Newton per mm square. It is shaped by 0.8 degree in a length of 1 meter. The diameter of the shaft is 60 mm. Determine the torque required and the maximum shear stress developed. നമുക്ക് G തന്നിട്ടുണ്ട് 0.8 into 10⁵ Newton per mm square. അതുപോലെ തീറ്റ തന്നിട്ടുണ്ട് 0.8 ഡിഗ്രി. ശ്രദ്ധിക്കുക, നമുക്ക് തന്നിട്ടുള്ളത് ഡിഗ്രിയിലാണ്, നമ്മളത് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം നമ്മുടെ ടോർഷൻ ഇക്വേഷനിൽ തീറ്റ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇൻ റേഡിയൻസ് ആണ്, മറന്നു പോകരുത്. അപ്പോൾ ആൻസറിൽ വ്യത്യാസം വരും, അത് ശ്രദ്ധിക്കണം. പിന്നെ ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് 60 mm ആണ്, ലെങ്ത് 1 മീറ്റർ ആണ്. ടോർക്കും കണ്ടുപിടിക്കണം, അതുപോലെ മാക്സിമം ഷിയർ സ്ട്രെസ് ഡെവലപ്പഡും കണ്ടുപിടിക്കണം. ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ പോളർ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഡയമീറ്റർ തന്ന സ്ഥിതിക്ക് നമുക്ക് പോളർ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാം. J is equal to πd⁴/32. D എന്ന് പറയുന്നത് 60, π into 60⁴/32 എന്ന് പറഞ്ഞാൽ 127.2345 into 10⁴ mm⁴ എന്നാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മുടെ ടോർഷൻ ഇക്വേഷൻ T/J is equal to G theta by L ആണ് അല്ലെ. തീറ്റനെ കൺവേർട്ട് ചെയ്യുന്നു 0.8 into π/180, അപ്പോഴേ അത് റേഡിയൻസിലേക്ക് കൺവേർട്ടഡ് ആവുള്ളൂ. ഇനി ഇതിൽ നിന്ന് ടോർക്ക് കണ്ടുപിടിക്കണോ, G theta J by L. G എന്താണ്? 0.8 into 10⁵ into theta 0.8 into π/180 into ഇനി എന്താ, G കൊടുത്തു, തീറ്റ കൊടുത്തു, J വേണം അല്ലെ. J 127.2345 into 10⁴ ഡിവൈഡഡ് ബൈ ലെങ്ത് 1000. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോർക്ക് കിട്ടുന്നതാണ്. ഇനി QS by R is equal to G theta by L എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇതിൽ നിന്ന് QS is equal to G theta R by L. G theta R by L. ഇതിൽ G എന്ന് പറയുന്നത് 0.8 into 10⁵, തീറ്റ 0.8 into π/180, റേഡിയസ് എന്ന് പറയുന്നത് 30 ഡിവൈഡ് ബൈ ലെങ്ത് എന്ന് പറയുന്നത് 1000. ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ്സും കിട്ടും. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ QS by R is equal to T/J എന്നും കൊടുത്താലും കിട്ടും അല്ലെ. QS by R is equal to T/J എന്ന് കൊടുത്താലും, കാരണം ടോർക്ക് നമുക്കറിയാം, J പോളർ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാം. അപ്പൊ ആ രീതിയിൽ ചെയ്താലും നമുക്ക് ഷിയർ സ്ട്രെസ് കിട്ടുന്നതാണ്. അപ്പൊ 2 രീതിയിൽ ചെയ്യാം എന്ന് മനസ്സിലായല്ലോ. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം അല്ലേ. ഈ രീതിയിലുള്ള പ്രോബ്ലംസേ ടോർഷനിൽ നിന്ന് വരുള്ളൂ. അങ്ങനെ ടെൻഷൻ അടിച്ച് ചെയ്യേണ്ട പ്രോബ്ലം ഒന്നുമില്ല. ആ ടോർഷൻ ഇക്വേഷൻ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ, നമുക്ക് ഈ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണിത്. അപ്പോൾ വർക്ക്ഔട്ട് ചെയ്യുന്നവർ വേഗം വർക്ക്ഔട്ട് ചെയ്യൂ, വേഗം ചെയ്തെടുക്കും. Okay, next problem. A hollow shaft with external diameter 90 mm and internal diameter 60 mm replaces a solid shaft of 90 mm diameter. If the shaft transmits the same torque, find the ratio of maximum shear stress in hollow shaft to that in solid shaft.
അപ്പൊ നമുക്കൊരു ഹോളോ ഷാഫ്റ്റ് ഉണ്ട് ഓഫ് എക്സ്റ്റേണൽ ഡയമീറ്റർ 90 mm. അതിന്റെ ഇന്റേണൽ ഡയമീറ്റർ 60 mm. ഈ കേസിലെ QS കാണാം. ഹോളോ ഷാഫ്റ്റിന്റെ QS കാണാം. ഓക്കെ, ഹോളോ ഷാഫ്റ്റിന്റെ QS. ഇനി ഇതിനെ നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു? ഒരു സോളിഡ് ഷാഫ്റ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു ഓഫ് ഡയമീറ്റർ 90 mm. ഓഫ് ഡയമീറ്റർ 90 mm. ഇതും സെയിം ടോർക്കിനെ തന്നെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മാക്സിമം ഷിയർ സ്ട്രെസ്, സോളിഡ് ഷാഫ്റ്റിന്റെ മാക്സിമം ഷിയർ സ്ട്രെസ് കാണാം. എന്നിട്ട് ഈ ഹോളോന്റെ ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സോളിഡിന്റെ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാം. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം അല്ലേ? അപ്പൊ രണ്ട് കേസ് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് വൺ, സോളിഡ് ഷാഫ്റ്റിന്റെ കേസിൽ ഡയമീറ്റർ 90 mm, ടോർക്ക് T. അങ്ങനെയാണെങ്കിൽ QS by R is equal to T by J ചെയ്ത് കഴിഞ്ഞാൽ T അങ്ങനെ തന്നെ എഴുതാം. റേഡിയസിന് നമുക്ക് D/2 എന്ന് എഴുതാം. J നമുക്ക് pi by 32 into D/4. ഡയമീറ്റർ നമുക്കറിയാം 90 ആണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഇതുപോലെ സോൾവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 16T ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 90 ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, 32 2 വെട്ടിപ്പോയി, അങ്ങനെയാണ് 16 വന്നത്. ഇവിടുത്തെ ഒരു ഡിയും ഈ ഒരു ഡിയും വെട്ടിപ്പോവും, അങ്ങനെയാണ് D ക്യൂബ് വന്നത്. ഓക്കെ, ഇനി ഹോളോ ഷാഫ്റ്റിന്റെ കേസിലാണെങ്കിൽ എക്സ്റ്റേണൽ ഡയമീറ്റർ 90 ആണ്, ഇന്റേണൽ ഡയമീറ്റർ 60 ആണ്. അങ്ങനെയാണെങ്കിൽ QS by R is equal to T by J ചെയ്ത് കഴിഞ്ഞാൽ QS ഓഫ് ഹോളോ ഷാഫ്റ്റിൻ്റെത് T into R by J. T അങ്ങനെ തന്നെ എഴുതി, റേഡിയസിന് D/2 എന്ന് എഴുതി, പിന്നെ J pi by 32 into D/4 minus D/4. ഓക്കെ, ഈ 32 2 വെട്ടിപ്പോയി, 16T D by pi into D/4 minus D/4. ഡയമീറ്റർ നമുക്കറിയാം ക്യാപിറ്റൽ D എന്ന് പറയുന്നത് 90 ആണ്, സ്മോൾ d എന്ന് പറയുന്നത് 60 ആണ്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്ത് വേണം? നമ്മൾ ഈ QSH by QS ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹോളോ ഷാഫ്റ്റിന്റെ QS ഡിവൈഡഡ് ബൈ സോളിഡ് ഷാഫ്റ്റിന്റെ QS. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഹോളോ ഷാഫ്റ്റിന്റെ QS എന്ന് പറയുന്നത് 16T into 90 by pi into 90/4 minus 60/4 divided by QS ന്റെ സോളിഡ് ഷാഫ്റ്റിന്റെ QS എന്ന് പറയുന്നത് 16T by pi into 90 ക്യൂബ്. അതിന് നമുക്ക് എന്ത് എഴുതാം? റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു pi into 90 ക്യൂബ് ബൈ 16T. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വാല്യൂ കിട്ടും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വാല്യൂ കിട്ടും. ദാറ്റ് വാല്യൂ ഇസ് 1.246. ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കൂ. 1.246. അപ്പൊ നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഹോളോ ഷാഫ്റ്റിന്റെ Q ഡിവൈഡഡ് ബൈ സോളിഡ് ഷാഫ്റ്റിന്റെ Q ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് എന്തെന്ന് കിട്ടും? 1.246 എന്ന് കിട്ടും. വർക്ക്ഔട്ട് ചെയ്യൂ. Okay, next problem. Next problem, find the power transmitted by a circular shaft of 50 mm diameter. Diameter at 120 RPM, that is number of revolutions per minute, 120. The maximum stress in shaft is not to exceed 60 Newton per mm square. അതിന്റെ ഷിയർ സ്ട്രെസ് QS തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പവർ ട്രാൻസ്മിറ്റഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പവർ ട്രാൻസ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P is equal to 2 pi NT by 60 watts ആണെന്ന് അറിയാം. 2 pi NT by 60 watts. അപ്പോൾ 2 pi into N എന്ന് പറയുന്നത് 120 into T divided by 60 into 1000. അത് കിലോ വാട്ട്സിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല അല്ലെ, ടോർക്കാണ് T എന്ന് പറയുന്നത്, അത് നമുക്ക് അറിയില്ല. അപ്പൊ ടോർക്ക് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടോർക്ക് കാണാനായിട്ട് നമുക്ക്
ക്യു എസ് തന്നിട്ടുണ്ട് ഡിവൈഡഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു ടി ബൈ ജെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ടി ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാ? ടി ഇസ് ഈക്വൽ ടു ജെ ഇൻറ്റു ക്യു എസ് അല്ലെ, ജെ ഇൻറ്റു ക്യു എസ് ബൈ ആർ. ജെ നമുക്കറിയാം എന്താണ്? പൈ ഡി റേഷ്യു 4 ബൈ 32 ഇൻറ്റു ക്യു എസ് തന്നിട്ടുണ്ടായിരിക്കുമല്ലോ. ക്യു എസ് എത്രയായിരുന്നു? ക്യു എസ് 60 ബൈ ഡി ബൈ 2. ആറിന് നമുക്ക് ഡി ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, ഡയമീറ്ററും തന്നിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ടോർക്ക് കിട്ടി. ഇനി ഇക്വേഷനിൽ 2 പൈ എൻ ടി ബൈ 60 ഇൻറ്റു 1000 ചെയ്ത് കഴിഞ്ഞാൽ പവർ കിട്ടും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. പവർ കാണാനുള്ള ഇക്വേഷൻ 2 പൈ എൻ ടി ബൈ 60 ഇൻറ്റു 1000 അപ്പം കിലോ വാട്ട്സ്. ഓക്കെ, ഇതിൽ നമുക്ക് ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്, ടോർക്ക് തന്നിട്ടില്ല. പക്ഷേ നമുക്ക് ഡയമീറ്റർ അറിയാം, ക്യു എസ് അറിയാം. അപ്പൊ നമ്മുടെ ടോർഷൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യു എസ് ബൈ ആർ ഇസ് ഈക്വൽ ടു ടി ബൈ ജെ. അതിൽ നിന്ന് ടി കണ്ടുപിടിക്കുക. ജെ എന്താണ്? പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ, പൈ ഡി റേഷ്യു 4 ബൈ 32. അപ്പൊ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പൈ ഡി ക്യൂ ബൈ 16 കൊടുത്തു കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. അതെങ്ങനെയാ വന്നതെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ? ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ക്യു എസ് ബൈ ആർ ആണ് അല്ലെ, ക്യു എസ് ബൈ ആർ. ഇതിൽ നിന്ന് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടി ഇസ് ഈക്വൽ ടു ക്യു എസ് ഇൻറ്റു ജെ ഡിവൈഡഡ് ബൈ ആർ ആണ്. ക്യു എസ് നമുക്കറിയാം എത്ര? 60. ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പൈ ഡി റേഷ്യു 4 ഡിവൈഡഡ് ബൈ 32 ആണ്. ഹോൾ ഡിവൈഡ് ബൈ ആർ ആണ് അല്ലെ. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബൈ 2. ഇതില് 32 2 കട്ട് ചെയ്ത് പോകും. എത്ര വരും? 16 വരും അല്ലെ. ഈ ഒരു ഡിയും കട്ട് ചെയ്ത് പോയിട്ട് ഇവിടെ 3 ആവും, ഡി ക്യൂബ് എന്നാവും. അങ്ങനെയാണ് പൈ ഡി ക്യൂബ് ബൈ 16 എന്ന് വന്നത്. ഓക്കെ, പൈ ഡി ക്യൂബ് ബൈ 16 എന്ന് വന്നത് ഇങ്ങനെയാണ്. ക്ലിയർ ആയില്ലേ? ഇൻറ്റു 60 എന്ന് പറയുന്നത് ക്യൂ എസ്. വർക്കൗട്ട് ചെയ്യൂ കേട്ടോ. Okay, next problem. Determine the diameter of the shaft, solid shaft which transmit 90 kilowatt power at 160 rpm. Diameter ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. Power തന്നിട്ടുണ്ട്, n തന്നിട്ടുണ്ട്. Also determine the length of shaft if the twist must not exceed 1 degree over entire length. അതുപോലെ ലെങ്ത് ഓഫ് ഷാഫ്റ്റ് കണ്ടുപിടിക്കണം. അതിപ്പോൾ അതിന്റെ ആംഗിൾ ഓഫ് ടിഷ്യൂ 1 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ദ മാക്സിമം ഷിയർ സ്ട്രെസ്സും തന്നിട്ടുണ്ട്, ജി വാല്യൂവും തന്നിട്ടുണ്ട്. ഒരുവിധം എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. നമുക്ക് ചെയ്തു നോക്കാം. പവർ എന്ന് പറയുന്നത് തന്നിട്ടുള്ളത് 90 കിലോ വാട്ട്സ് ആണ്. നമ്പർ ഓഫ് റെവല്യൂഷൻ 160 rpm. അതുപോലെ തീറ്റ എന്ന് പറയുന്നത് 1 ഡിഗ്രി ആണ്. അപ്പൊ അതിനെ പൈ ബൈ 180 എന്ന് റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യാം. ക്യു എസ് ഈസ് ഗിവൺ 60 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ജി ഇസ് ഈക്വൽ ടു 0.8 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. പവർ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 2 പൈ എൻ ടി ബൈ 60 ഇൻറ്റു 1000 കിലോ വാട്ട്സ് അല്ലെ. പവർ നമുക്കറിയാം 90 ഈക്വൽ ടു 2 പൈ എൻ ഇൻറ്റു 2 പൈ. എന്നിന് നമുക്ക് 160 റീപ്ലേസ് ചെയ്യാം. ടി അതുപോലെ എഴുതാം, 60 ബൈ 1000 എന്ന് എഴുതി. ഇതിൽ നിന്ന് ടോർക്ക് കണ്ടുപിടിക്കാലോ. ഓക്കെ, അപ്പൊ നമുക്ക് ടോർക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യു എസ് ബൈ ആർ ഇസ് ഈക്വൽ ടു ടി ബൈ ജെ. ഓക്കെ, ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ക്യു എസ് ബൈ ആർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടി ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ക്യു എസ് ജെ ബൈ ആർ. ഓക്കെ, ക്യു എസ് ജെ ബൈ ആർ ആണ്. ഇനി ക്യു എസ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ക്യു എസ് എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? 60 ഇൻറ്റു ജെ എത്രയാണ്? പൈ ബൈ 32 ഇൻറ്റു ഡി റേഷ്യു 4. ഓക്കെ, ഡി റേഷ്യു 4 ഡിവൈഡ് ബൈ ആർ എത്രയാണ്? ഡി ബൈ
2. ഇനി ഇതിൽ കട്ട് ചെയ്ത് പോകാനുള്ളതെല്ലാം കട്ട് ചെയ്ത് കളയൂ. എന്ത് വരും? ഇത് ക്യൂബ് ആവും അല്ലേ, ഒരു ഡി പോകും, ഇത് 16 ആവും. അപ്പൊ നമുക്ക് എത്ര വാല്യൂ കിട്ടുന്നേ? ടി ഇസ് ഈക്വൽ ടു 60 ഇൻറ്റു പൈ ഡി ക്യൂബ് ബൈ 16. ഓക്കെ, ടോർക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലേ? ടോർക്കിന്റെ വാല്യൂ എത്രയാണ്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 5 3 71.479 ഇൻറ്റു 10 ക്യൂബ്. ഇതിൽ നിന്ന് ഡി ക്യൂബ് കണ്ടുപിടിക്കുക. ഓക്കെ, അതിൽ നിന്ന് ഡി ക്യൂബ് കണ്ടുപിടിക്കുക. വേഗം ചെയ്യൂ, ഡി ക്യൂബ് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൽ നിന്ന് ക്യൂബ് റൂട്ട് ഓഫ് ഈ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഡി കിട്ടും. 76.97 mm എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നുമല്ല, വർക്ക്ഔട്ട് ചെയ്ത് കിട്ടാവുന്ന പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഡയമീറ്റർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത് ഓഫ് ഷാഫ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓൾസോ ഡിറ്റർമൈൻ ലെങ്ത് ഓഫ് ഷാഫ്റ്റ്. അപ്പൊ ടി ബൈ ജെ ഈക്വൽ ടു എൻ തീറ്റ ബൈ എൽ എന്ന് കിട്ടും. എൻ എന്ന് പറഞ്ഞാൽ ജി ആണ് കേട്ടോ, ജി തന്നെയാണ്, ഇവിടെ മാറിപ്പോയതായിരിക്കും. ജി എന്നോ എൻ എന്നോ എങ്ങനെയോ ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഇതിൽ നിന്ന് ലെങ്ത് കാണാനായിട്ട് ജി തീറ്റ ജെ ബൈ ടോർക്ക്, ജെ പൈ ഡി റേഷ്യോ 4/32. ഡി നമ്മളിപ്പോ കണ്ടുപിടിച്ചല്ലോ, അത് വെച്ച് റീപ്ലേസ് ചെയ്യാം. ലെങ്ത് ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ജിയുടെ വാല്യൂ 0.8 ഇൻറ്റു 10⁵ തന്നിട്ടുണ്ട്. ഇൻറ്റു തീറ്റ നമുക്കറിയാം π/180 ആണ്, 1 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ π/180 റേഡിയൻ ഇൻറ്റു ജെ എന്ന് പറയുന്ന വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, ഡിവൈഡഡ് ബൈ ടോർക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് കിട്ടും. വർക്ക്ഔട്ട് ചെയ്യൂ. വർക്ക്ഔട്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം, നിങ്ങളത് ഹോംവർക്ക് ആയിട്ട് ചെയ്തു വരിക. ഓക്കെ, ഫൈൻഡ് ദ മാക്സ് എഴുതിയെടുക്കുക കേട്ടോ, പ്രോബ്ലം എഴുതിയെടുക്കുക. ഫൈൻഡ് ദ മാക്സിമം ടോർക്ക്, ഫൈൻഡ് ദ മാക്സിമം ടോർക്ക് that can be transmitted safely to the shaft of diameter 30 centimeter. ഒന്നുകൂടെ വായിക്കാം. Find the maximum torque that can be transmitted safely to a shaft of diameter 30 centimeter. The permissible angle of twist is 1.5 degree in a length of 8 meter. And the shear stress is not to exceed
not to exceed 40 Newton per mm square. 40 Newton per mm square. Take C is equal to 8 into 10 raised to 4 Newton per mm raised to 4. Diameter 30 ആണ്, theta 15 ആണ്, length 8 meter, QS 40 Newton per mm square, C അതായത് G value is also given. Find torque. ഇതാണ് problem. Okay, next problem ചെയ്യാം. Next problem എഴുതിയിരിക്കൂ. A circular shaft of 80 mm diameter. A circular shaft of 80 mm diameter is required to transmit power. Is required to transmit power at 120 rpm. At 120 rpm. If the shear stress is not to exceed, if the shear stress is not to exceed 40 Newton per mm square, 40 Newton per mm square, find the power transmitted by the shaft. Find the power transmitted by the shaft. Diameter തന്നിട്ടുണ്ട്, number of revolution തന്നിട്ടുണ്ട്, QS തന്നിട്ടുണ്ട്, power കണ്ടുപിടിക്കുക. A circular shaft of 80 mm diameter is transmit power at 120 rpm if the shear stress is not to exceed 40 Newton per mm square. Find the power transmitted by the shaft. Next question is a circular shaft 30 mm diameter. A circular shaft 30 mm diameter and 5 meter length is subjected to an A circular shaft 30 mm diameter is subjected to a torque of torque of 6 kilonewton meter. 6 kilonewton meter. Calculate the maximum shear stress developed in the shaft. Simple question. Calculate the maximum shear stress developed in the shaft. Okay, അത്രയും മതി. ഹോംവർക്ക് ആയി ചെയ്തിട്ട് എനിക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനോടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.